അടുത്തത് നമ്മുടെ ചാപ്റ്ററിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സൈബർ സെക്യൂരിറ്റി. ഓക്കെ, സൈബർ സുരക്ഷ. നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളും മെജോറിറ്റി ഒരു 90% കാര്യങ്ങളും നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന ആൾക്കാരാണല്ലേ. അതായത് ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ തന്നെ ടിക്കറ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ട്രെയിനിൻ്റെ റണ്ണിങ് സ്റ്റാറ്റസും ഇതൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് വഴി നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റിൽ നമ്മളൊരു പ്രോപ്പർ സെക്യൂരിറ്റി കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഡേറ്റാസ് ഒക്കെ നമുക്ക് ലൂസ് ആവും, അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസി വയലേറ്റ് ആവും, അങ്ങനെയുള്ള ഒത്തിരി പ്രോബ്ലംസ് വരും അല്ലേ. അപ്പോൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഒരു ഇൻ്റർനെറ്റിന് എന്ത് കൊടുക്കണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി കൊടുക്കണം. അതാണ് നമ്മുടെ ഈ ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് യൂസ്ഡ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഓഫ് വാല്യുബിൾ ഇൻഫർമേഷൻ സച്ച് ആസ് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്, ഇന്റൻഷണൽ ആക്സസ്, ഡിലീഷൻ എക്സെട്ര വൈൽ ഷോപ്പിംഗ് ഓൺ ഇന്റർനെറ്റ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പറയാണ്. അപ്പം സൈബർ സെക്യൂരിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ഇന്റർനെറ്റിന് നമ്മളൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ നെറ്റ്വർക്കിൽ കണ്ടുവരുന്ന കുറച്ച് ത്രെഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നതാണ് കമ്പ്യൂട്ടർ വൈറസ്. ഓക്കെ, കമ്പ്യൂട്ടർ വൈറസ് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ത്രെഡ് ആയിരിക്കും വൈറസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ വൈറസ് വരുന്നത്? വൈറസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് ആക്ച്വലി. ഓക്കെ, അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നോർമൽ ഓപ്പറേഷൻസിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിലുള്ള ഫയൽസ് ഒക്കെ ഡാമേജ് ചെയ്യാനും, അതുപോലെ എന്താ നമ്മുടെ ഇമെയിൽ അറ്റാച്ച്മെൻറ്റ് വഴി അല്ലെങ്കിൽ ഫയൽ ഷെയർ ചെയ്യുന്നത് വഴിയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ടും സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ USB ഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമെയിൽ നമുക്ക് കിട്ടി കഴിയുമ്പോഴേക്കും അതിൽ അറ്റാച്ച്മെൻറ്റ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് വഴിയൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്ത് വരും, ഈ ഒരു വൈറസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ വൈറസ് എന്താണെന്ന് അറിയാലോ. ഇനി അടുത്തത് വരുന്നതാണ് വേം. ഓക്കെ, വേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡ് അലോൺ മാൽവെയർ പ്രോഗ്രാമാണ്. അതായത് ഒരു മലീഷ്യസ് പ്രോഗ്രാമാണ് ഈ ഒരു വേം എന്ന് പറയുന്നത്. വൈറസിനെ അപേക്ഷിച്ച് ഈ വേം എന്ന് പറയുന്നതിന് ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഒന്നിൻ്റെയും സഹായം വേണ്ട. അതായത് വൈറസ് ഇപ്പം മറ്റൊരു സിസ്റ്റത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്, അറ്റാച്ച്മെൻറ്റ്സ് വഴി അല്ലെങ്കിൽ ഫയൽ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കയറി വരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ വേം എന്ന് പറയുന്നതിന് നമ്മുടെ ഡേറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൊക്കെ. ഈ ഒരു സിസ്റ്റം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് ഇത് തന്നെ ട്രാവൽ ചെയ്യും, ഇതിനകത്ത് ഹെൽപ്പ് വേണ്ട. ഓക്കെ, ഇതൊരു സ്റ്റാൻഡ് അലോൺ മാൽവെയർ പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഇതിന് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനും മറ്റു കമ്പ്യൂട്ടറുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ഇറ്റ് ഓൾവേസ് ഷോസ് സ്ലോ ഡേറ്റ ട്രാഫിക്. ഇതെന്താ ചെയ്യുന്നത്, നമ്മുടെ ഡേറ്റ ട്രാഫിക് സ്ലോ ഡൗൺ ചെയ്യും. അത് എങ്ങനെയാണ്, നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൺഫേം ചെയ്തിട്ട്. ഓക്കെ, നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൺസ്യൂം ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ ട്രാഫിക് സ്ലോ ഡൗൺ ചെയ്യും. അതാണ് വേം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു വേം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 2023 അല്ലേ, ഒരു 2000 ഒരു വേം ഉണ്ടായിരുന്നു, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ഇമെയിലാണ്, ഒരു ഇമെയിൽ ബുക്കിലുള്ള ഇമെയിൽ അഡ്രസ്സ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഇമെയിൽ അഡ്രസ്സിലേക്കും ഒരു മെയിൽ പോയി. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ലവ് യു എന്നാണ്. അതിൻ്റെ അകത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ലവ് ലെറ്റർ ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ടാവും. ഈ ഫയൽ ഓപ്പൺ ചെയ്ത എല്ലാവരുടെ സിസ്റ്റത്തിലേക്കും ഈ ഒരു വേം കയറിയിട്ട് അതിൻ്റെ ഫയൽസ് ഒക്കെ ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്, നമ്മുടെ വേമിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഈ ഒരു 2000 നടന്ന ഈ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് വേം. അപ്പോൾ വൈറസ് എന്താണ്, വേം എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രോജൻ ഹോഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ട്രോജൻ ഹോഴ്സ് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് നേരത്തേക്ക് നമുക്ക് പഠിക്കാനുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു കഥ കേൾക്കാം. ഓക്കെ, അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു യുദ്ധമാണ് ട്രോജൻ വാർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ട്രോയ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ രാജകുമാരൻ ഗ്രീസിലെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പിന്നെ യുദ്ധം തുടങ്ങുമല്ലോ, കാരണം ഗ്രീസിന് അവരുടെ രാജകുമാരിയെ തിരികെ വേണം അല്ലേ. അപ്പോൾ അങ്ങനെ ട്രോയ് എന്ന് പറയുന്ന ഈ ഒരു രാജ്യവും അതുപോലെ ഗ്രീസും തമ്മിൽ യുദ്ധം തുടങ്ങി. ആ യുദ്ധം ഏകദേശം ഒരു 10 വർഷത്തോളം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 10 വർഷമായിട്ടും ഇതിൽ ആരും ജയിച്ചിട്ടില്ല, തോറ്റിട്ടുമില്ല അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്തിൽ, ഈ ഒരു കാലയളവിൽ തന്നെ അവർക്ക് ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യുദ്ധത്തിൻ്റെ
ദേവതയായ യുദ്ധത്തിന്റെ ദേവതയായ അഥീന പ്രത്യക്ഷപ്പെട്ട് ഗ്രീസിലുള്ള ആൾക്കാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഉപായം പറഞ്ഞു തരാം, അത് നിങ്ങൾ അനുസരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു യുദ്ധം ജയിക്കാൻ സാധിക്കും, നിങ്ങളുടെ രാജകുമാരിയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിത് കേട്ടിട്ട് പിറ്റേ ദിവസം ഇവര് ഈ ഒരു ട്രോയ് രാജ്യത്തിന്റെ കോട്ടയുടെ മുന്നിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നിട്ട് പറയാണ്, ഞങ്ങൾ കീഴടങ്ങി, ഞങ്ങൾ ഈ ഒരു യുദ്ധം തോറ്റു, നിങ്ങൾ ജയിച്ചു. എന്നിട്ട് നിങ്ങൾ ജയിച്ചതിന്റെ ഒരു പ്രതീകമായിട്ട്, ഒരു സമ്മാനമായിട്ട് ഞങ്ങളൊരു നിങ്ങൾക്ക് ഒരു സാധനം കൊണ്ടെത്തും, ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു വലിയ കുതിരേനെ ഉണ്ടാക്കി ഇവരെ തള്ളി കൊണ്ടുവരുവാണ്ടോ. അപ്പൊ ഇത് ഇവർ കൊടുക്കുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരെന്താ, യുദ്ധം ജയിച്ചല്ലോ എന്ന സന്തോഷത്തില് ഇവർ ഈ ഒരു സമ്മാനം ഏറ്റുവാങ്ങി ഇവരുടെ കോട്ടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഇവര് തിരിച്ചുപോയി. ബാക്കി നമ്മുടെ ഗ്രീസിലെ ആൾക്കാരൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് അവര് തിരിച്ച് നാട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ ഒരു ട്രോയ് രാജ്യത്ത് ഫുള്ള് ആഘോഷമായിരുന്നു. അപ്പൊ അവർ യുദ്ധം ജയിച്ചല്ലോ, അപ്പൊ അതിന്റെ പേരിൽ ഇവർ ആഘോഷമൊക്കെ നടത്തി. രാത്രിയായി, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരെ കൊടുത്ത സമ്മാനമായിട്ട് കൊടുത്ത കുതിര ഉണ്ടല്ലോ, ഈ കുതിര ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ ഇവർ ഇതിന്റെ വയറിൽ ഒരു വാതിൽ പോലെ ഉണ്ടായിരുന്നു. അതായത് ഒരു ഹോളോ ആയിട്ടുള്ള ഒരു കുതിരേനെയാണ് ഇവർ ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഈ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പട്ടാളക്കാർ പുറത്തേക്ക് വന്നു. അതായത് ഇത് ഇവരുടെ ഒരു തന്ത്രമായിരുന്നു. നമ്മുടെ അഥീന ദേവത പറഞ്ഞു കൊടുത്ത ഒരു തന്ത്രമായിരുന്നു അവരിതിൽ ചെയ്തത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഈ ഒരു പട്ടാളക്കാർ വന്നിട്ട് എന്ത് ചെയ്തു, ഈ ട്രോയ് രാജ്യത്തിലുള്ള എല്ലാവരെയും കൊന്നു കളഞ്ഞിട്ട് ഇവരുടെ രാജകുമാരിയെ രക്ഷിച്ചുകൊണ്ട് ഇവര് തിരിച്ചു പോന്നു. അപ്പൊ ഈ ഒരു കഥയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ട്രോജൻ ഹോഴ്സ് പറയുന്നത്. ട്രോജൻ ഹോഴ്സ് എന്താ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് വരാം. ട്രോജൻ ഹോഴ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് അപ്പിയേഴ്സ് ടു ബി യൂസ്ഫുൾ സോഫ്റ്റ്വെയർ. എന്താണ്, കാഴ്ചയിൽ ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട, അതായത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നും. പക്ഷെ ശരിക്കും അതങ്ങനെയല്ല. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് റൺ ചെയ്ത് കഴിയുമ്പോഴേക്ക് എന്താണ്, ഡാമേജ് വരുത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഇത്. അതാണ് ട്രോജൻ ഹോഴ്സ്. അതായത് ഇറ്റ് വിൽ അപ്പിയർ ടു ബി യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ബട്ട് വിൽ ആക്ച്വലി ഡു ഡാമേജ് വൺസ് ഇൻസ്റ്റാൾഡ് ഓർ റൺ ഓൺ ദ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ റൺ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ഡാമേജ് തരുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ശരിക്കും അത്. വൺസ് ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ്, ഒരു തവണ ഇത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദേ ക്യാൻ കോസ് സീരിയസ് ഡാമേജ് ബൈ ഡിലീറ്റിംഗ് ഫയൽസ് ആൻഡ് ഡിസ്ട്രോയിങ് ഇൻഫോർമേഷൻ ഓൺ ദ സിസ്റ്റം ആൻഡ് ഇറ്റ് ഗീവ്സ് malicious users access to confidential or personal informations in the computer through network. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കും അല്ലേ. അതായത് നമ്മുടെ ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഡാമേജ് ഡിസ്ട്രോയ് ചെയ്യും. അതുപോലെ മലീഷ്യസ് യൂസേഴ്സിന് നമ്മളുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇത് കൊടുക്കും. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്രോജൻ ഹോഴ്സ് നമ്മുടെ സിസ്റ്റത്തിലേക്ക്, അതായത് ഈ ഒരു എന്താ പറയുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇതാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് സ്പാമുകൾ. എന്താണെന്നറിയാലോ, നമ്മൾ മെയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മെയിലിൽ ഒത്തിരി സ്പാം അല്ലെങ്കിൽ ജങ്ക് മെയിൽസ് ഒക്കെ നമുക്ക് വരാറുണ്ടല്ലേ. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത മെയിൽസ് ആണ് അതൊക്കെ. അതായത് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ ആരുടെയെങ്കിലും ഒക്കെ ഒരു പേഴ്സൺസിൻ്റെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെയിലുകളാണ് ഈ ഒരു സ്പാം മെയിൽസ് ആയിട്ട് അല്ലെങ്കിൽ ജങ്ക് മെയിൽസ് ആയിട്ട് നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് ഇനി ഇതിൽ അടുത്തതായിട്ട് വരുന്നതാണ് ഹാക്കിംഗ്. ഹാക്കിംഗ് എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സിസ്റ്റത്തിന് അൺഓത്തറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ആക്സസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ അതിൻ്റെ കൺട്രോൾ എടുക്കുന്നതിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഹാക്കിംഗ് തന്നെ നമുക്ക് 3 രീതിയിലുണ്ട്. മെയിനായിട്ട് നമുക്ക് പറയാം, ഈ ഒരു ഹാക്കിംഗ് ആരാ ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എക്സ്പേർട്സും ഹാക്കിംഗ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ക്രിമിനൽസും ചെയ്യും അല്ലേ. അപ്പോൾ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് ഹാക്ക് ചെയ്യുന്നത്, അതായത് എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്നതിന് നമ്മൾ വൈറ്റ് ഹാറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി, നമ്മുടെ ഫങ്ഷനിങ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ, എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ലീഗലി ചെയ്യുന്ന ഹാക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ വൈറ്റ് ഹാറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇല്ലീഗലായിട്ട് ഹാക്കിംഗ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് വിളിക്കും, ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് വിളിക്കും. പിന്നെ അടുത്തതൊരു കാറ്റഗറി വരുന്നത് ഇല്ലീഗലായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ അവർ ചെയ്യുന്നത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. മനസ്സിലായോ? ദാറ്റ് ദേ ആക്ട് ആസ് ഇല്ലീഗൽ ബട്ട് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ ആയിട്ടാണ് അവരത് ചെയ്യുന്നത്, പക്ഷെ അത് ഇല്ലീഗൽ ആയിട്ടാണ്. അപ്പം അങ്ങനെയുള്ളതിനെ എന്ത് പറയും, ഗ്രേ ഹാറ്റ്സ് എന്ന് പറയും. അപ്പം ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ ഈ ഒരു ഹാക്കിംഗ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതായത് ഇപ്പം നമ്മളുടെ SBI അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് പോലുള്ള ബാങ്കുകളുടെയൊക്കെ ഒഫീഷ്യൽ സൈറ്റുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ സൈറ്റുകളിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്യും. അപ്പോൾ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കാണാൻ ഇതുപോലെ തന്നെ ഇരിക്കുന്ന അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ വെബ്സൈറ്റ് ഒറിജിനൽ ആണെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ഡേറ്റാസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതായത് ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഗെറ്റ് അതേഴ്സ് ഇൻഫർമേഷൻ സച്ച് ആസ് യൂസർ നെയിം, പാസ്വേഡ്സ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എക്സെട്ര ബൈ ആക്ടിങ് ആസ് ഓതറൈസ്ഡ് വെബ്സൈറ്റ്. എന്താണ് ഓതറൈസ്ഡ് വെബ്സൈറ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഇവർ എടുക്കുന്നു. അങ്ങനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് വെബ്സൈറ്റ് ഹാവ് URLs ആൻഡ് ഹോം പേജസ് സിമിലർ ടു ദെയർ ഒറിജിനൽ വൺസ്. എന്താണ് ഒറിജിനൽ വെബ്സൈറ്റിനോട് സിമിലർ ആയിട്ടുള്ള URLും അതുപോലെ തന്നെ അതിൻ്റെ ഹോം പേജും ആയിരിക്കും ഈ ഒരു ഫിഷിംഗ് വെബ്സൈറ്റ്സിന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുപോലുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പൂഫിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് സച്ച് എ മിസ്ലീഡിംഗ് വെബ്സൈറ്റ് ഈസ് കോൾഡ് സ്പൂഫിംഗ്. അപ്പോൾ ക്ലിയർ ആയോ ഫിഷിംഗ് എന്താണ്, സ്പൂഫിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഇതിൽ വരുന്നത് അടുത്തതാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, DOS അറ്റാക്ക്. ഇത് മെയിനായിട്ടും എയിം ചെയ്യുന്നത് വെബ് സെർവേഴ്സിനെയാണ്. ഓക്കെ, വെബ് സെർവറിനെ എയിം ചെയ്തുള്ള ഒരു അറ്റാക്കാണ് DOS അറ്റാക്ക് എന്ന് പറയുന്നത്. ഡ്യൂ ടു ദിസ് അറ്റാക്ക് ദ വെബ് സെർവർ കമ്പ്യൂട്ടർ ഫോഴ്സ്ഡ് ടു റീസ്റ്റാർട്ട്. എന്താണ് ഈ ഒരു അറ്റാക്ക് സംഭവിക്കുമ്പം നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ സിസ്റ്റം നമുക്ക് ഫോഴ്സ്ഡ് ടു റീസ്റ്റാർട്ട്. അതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ ജെനുവൻ ആയിട്ടുള്ള യൂസേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന സർവീസസ് ഒന്നും അവരുടെ അടുത്തേക്ക് എത്തില്ല. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു DOS അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യം. ഓക്കെ, ദിസ് അറ്റാക്ക് ക്യാൻ ബി ഡൺ യൂസിങ് വൺ കമ്പ്യൂട്ടർ. ഈ ഒരു DOS അറ്റാക്ക് ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നും, ഒത്തിരി അതായത് മോർ ദാൻ വൺ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു DOS അറ്റാക്ക് നടത്തുന്നതെങ്കിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അതായത് DOS അറ്റാക്ക് മെയിനായിട്ടും എയിം ചെയ്യുന്നത് വെബ് സെർവേഴ്സിനെയാണ്. ഇത് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, it results in forced to restart and it results refusal of services to the genuine users. Okay, അത് ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ടും ചെയ്യാം, അതുപോലെ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ടും ഈ ഒരു DOS അറ്റാക്ക് നടത്തുന്നതാണ്. ഓക്കെ, എന്നാൽ ഇതിൽ ഫൈനലായിട്ട് വരുന്നതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഓക്കെ, എന്താണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്? പേര് പോലെ തന്നെ ഇപ്പം നമ്മളൊരു മെസ്സേജ് അയക്കണം. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ഡിജിറ്റലി ഞാനൊരു മെസ്സേജ് അയക്കാം. അപ്പം ഞാൻ അയച്ച മെസ്സേജ് നിങ്ങളിലെത്തുന്നതിന് മുന്നേ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് നോക്കി അത് വായിച്ച് അതിലെന്തെങ്കിലുമൊക്കെ തിരുത്തലൊക്കെ നടത്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കില്ലേ, അതിനെയാണ് നമ്മൾ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് റെഫേഴ്സ് ടു ആൻ അറ്റാക്ക് ഇൻ വിച്ച് അറ്റാക്കർ സീക്രറ്റ്ലി ഇന്റർസെപ്റ്റ്സ് ഇലക്ട്രോണിക് മെസ്സേജസ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് ദ റിസീവർ. ഒരു സെൻഡറിൻ്റെ റിസീവറിൻ്റെ ഇടയിൽ ആ ഒരു ഇലക്ട്രോണിക് മെസ്സേജ് അവരുടെ പെർമിഷൻ ഇല്ലാതെ അതെടുക്കുന്നു, അത് വായിക്കുന്നു. ഓക്കെ, അതിനെന്ത് ചെയ്യും, ഇറ്റ് ക്യാപ്ചേഴ്സ്, ഇൻസേർട്സ് ആൻഡ് മോഡിഫൈസ് മെസ്സേജസ് ഡ്യൂറിങ് മെസ്സേജ് ട്രാൻസ്മിഷൻ. ഈ മെസ്സേജ് എൻ്റെ അടുത്ത് നിന്ന്, അതായത് ഇപ്പോൾ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്ന ആ ഒരു ട്രാൻസ്മിഷൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, അത് മോഡിഫൈ ചെയ്യുന്നു. ഓക്കെ, എൻക്രിപ്റ്റഡ് കണക്ഷൻസ് സച്ച് ആസ് HTTPS, SFTP etc. should be used for secure these transactions. അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജിനൊക്കെ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കാനാണ്. ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും എൻക്രിപ്ഷൻ ഒക്കെ കാണാറുണ്ടല്ലേ. അപ്പോൾ അതായത് മെയിൻലി നമ്മൾ അയക്കുന്ന മെസ്സേജ് സെക്യൂർ ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറ്റാച്ച് ഇതെല്ലാം ക്ലിയർ ആയല്ലോ. കോമൺ ആയിട്ടുള്ള ത്രെഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. 8 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പം ഇതെന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ അറ്റാക്സ് പരിചയപ്പെട്ടു അല്ലേ. അതായത് വൈറസ്, വോം, ട്രോജൻ ഹോഴ്സ്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. സോ പ്രിവെൻറ്റിംഗ് നെറ്റ്വർക്ക് അറ്റാക്സ്, ശൃംഖലാക്രമണം തടയൽ. അപ്പോൾ അതിനുള്ള 3 മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, ഫയർവാൾസ്. ഫയർവാൾസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻകമിങ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ആൻറ്റി വൈറസ് സ്കാനേഴ്സ്. അത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഏതെങ്കിലും മാലീഷ്യസ് സോഫ്റ്റ്വെയർ ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുക. അതായത് വൈറസോ വോംസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ടൂളാണ് ആൻറ്റി വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂസ്ഡ് ടു ഡിറ്റക്ട് മാലീഷ്യസ് സോഫ്റ്റ്വെയർ. എന്നിട്ട് ഇത് എന്ത് ചെയ്യും, എന്തെങ്കിലും ഇങ്ങനെ കാണുകയാണെങ്കിൽ ആ ഒരു ഫയൽ അത് റൺ ചെയ്യുന്നത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് വേറൊരു സ്പെഷ്യൽ ഏരിയയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് നമ്മൾ ക്വാറന്റൈൻ എന്ന് പറയും. നമ്മൾ കോവിഡൊക്കെ വന്നപ്പോൾ ക്വാറന്റൈനിൽ ഇരിക്കാതെ ഇട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫയൽ നമ്മൾ കാണുവാണെങ്കിൽ അത് നമ്മൾ അതിൻ്റെ റണ്ണിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫയലിനെ വേറൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പിന്നീട് അത് ഡിലീറ്റ് ചെയ്ത് കളയും. അതാണ് ആൻറ്റിവൈറസ് സ്കാനേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ലാസ്റ്റ് വൺ വരുന്നതാണ് കുക്കീസ്.
കുക്കീസ് എന്ന് പറയുമ്പോഴേക്കും അതൊരു സ്മോൾ ടെക്സ്റ്റ് ഫയലാണ് കണ്ടോ. കുക്കീസ് ആർ സ്മോൾ ടെക്സ്റ്റ് ഫയൽസ് ദാറ്റ് ആർ ക്രിയേറ്റഡ്. എപ്പോഴത് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും വെബ്സൈറ്റ് ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സ്മോൾ ടെക്സ്റ്റ് ഫയൽസ് ആണ് നമ്മൾ കുക്കീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇൻഫോർമേഷൻ വിൽ ഹെൽപ്പ് ദി ഹാക്കർ ടു യൂസ് ഇറ്റ് ഫോർ മാലീഷ്യസ് പർപ്പസ്. ഇറ്റ് ആക്ട് ആസ് എ സ്പൈവെയർ. അപ്പോൾ ഈ 3 മെത്തേഡ്സ് ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. പിന്നെ വരുന്നതാണ് ഗൈഡ് ലൈൻസ് ഫോർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഓവർ ഇൻ്റർനെറ്റ്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇത് നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ടതാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നാലും ഒന്നും കൂടെ ശ്രദ്ധിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഇമെയിൽസ് മേ കണ്ടെയ്ൻ വൈറസ്, സോ ഡു നോട്ട് ഓപ്പൺ എനി അൺവാണ്ടഡ് ഇമെയിൽസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ അറ്റാക്സ് പറഞ്ഞല്ലേ, നമുക്ക് ചില ഫയൽസ് ഒക്കെ മെയിൽ വഴി വരും. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള മെയിൽസ് ഒന്നും ഓപ്പൺ ചെയ്യാതിരിക്കുക. ഓക്കെ, ഡൗൺലോഡ് ഫയൽസ് ഓൺലി ഫ്രം റെപ്യൂട്ടഡ് സോഴ്സസ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പാട്ടോ ഫിലിമോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഏതൊക്കെ സൈറ്റിലൊക്കെ കയറാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് മാത്രം നമുക്ക് ഫയൽസ് ഡൗൺലോഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതും നമ്മുടെ സിസ്റ്റം അറ്റാക്ക് ചെയ്യാനൊരു റീസൺ ആവും. അവോയ്ഡ് ക്ലിക്കിംഗ് ഓൺ പോപ്പപ്പ് അഡ്വർടൈസ്മെന്റ്. ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് കുറേ ആഡ്സ് വരുന്നുണ്ടാവും. ഏത് സൈറ്റ് എടുത്താലും നമുക്കിങ്ങനെ ആഡ്സ് വരും. ഇപ്പോൾ ചിലതൊക്കെ ഇതുപോലെ ഹാക്കേഴ്സ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പറ്റില്ല. മാക്സിമം ഇതൊന്ന് ക്ലിക്ക് ചെയ്യാതെ ഓപ്പൺ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. ദെൻ യൂസ് USB വിത്ത് കോഷൻ. യൂസ് സ്ട്രോങ് പാസ്വേഡ്സ്. എല്ലാത്തിനും ഒരേ പാസ്വേഡ് ഒന്നും ഇട്ട് വെക്കാതിരിക്കാം. എല്ലാത്തിനും ഒരേ പാസ്വേഡ് ഇടരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പാസ്വേഡായിട്ട് യൂസ് ചെയ്യാതിരിക്കും. അതൊക്കെ മിസ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പാസ്വേഡ് ഒക്കെ ഇടേണ്ടത്. അതുപോലെ കമ്പ്യൂട്ടറിൽ ഫയർവാൾസ് യൂസ് ചെയ്യാം. അതുപോലെ ഒരു റെഗുലർ ബാക്കപ്പ് എടുത്തു വെക്കാം. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഒക്കെ ഒരു ബാക്കപ്പ് എടുത്തു വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ, കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മൊബൈൽ കമ്പ്യൂട്ടിംഗ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഉണ്ടായിരുന്നു അല്ലേ, ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്. അപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ്. അതായത് നമ്മുടെ പോർട്ടബിൾ ഡിവൈസുകളായ ലാപ്ടോപ്സ്, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ, എന്തിനാ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് വാച്ചിൽ പോലും ഈ ഒരു മൊബൈൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി ഉണ്ട്. അതായത് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു കിട്ടുന്നുണ്ട്, ഈ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡിമാൻഡ്, ഈ ഒരു മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തു? നമ്മുടെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്ക് ഒരു ഡെവലപ്മെൻറ്റും ഗ്രോത്ത് ഒക്കെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ലൈഫിലേക്ക് വന്നതോടുകൂടി ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പണ്ടൊക്കെ എന്തായിരുന്നു, കത്തെഴുതുമായിരുന്നു അല്ലേ. അത് പെട്ടെന്നൊക്കെ കിട്ടുമോ? ഇല്ല, ഒത്തിരി ടൈം എടുക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണോ? വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആരെയാണോ കോൺടാക്ട് ചെയ്യേണ്ടവരെ നമുക്ക് ഈ ഒരു മൊബൈൽ വഴിയൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ the term mobile help the people to change their lifestyle and become the backbone of the society. അല്ലേ, ശരിയാണല്ലേ പറയുന്നത്. സോ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഡു നോട്ട് റിക്വയർ എനി ഫിസിക്കൽ കണക്ഷൻ. അപ്പോൾ ഈ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സിന് എന്തിൻ്റെ ആവശ്യമില്ല? ഒരു ഫിസിക്കൽ കണക്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് വയർലെസ് കണക്ഷനൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു, കമ്പ്യൂട്ടിങ് എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊരു ജനറേഷൻ ഉണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാ? 4G 5G. ഇപ്പോൾ 5G വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊരു ജനറേഷൻ അല്ലേ, ഫസ്റ്റ് ജനറേഷൻ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ജനറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജനറേഷൻ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിന് ജനറേഷൻസ് ഉണ്ട്. ഓക്കെ, The mobile phone was introduced in the year 1946. അപ്പം മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷമാണ്? 1946 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പണ്ടൊക്കെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. കാരണം ഇത് അങ്ങനെ അധികം ലിമിറ്റഡ് ആണ് സർവീസസ്. അതുപോലെ തന്നെ അധികം ആൾക്കാർ അത് വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്തും ഭയങ്കര സ്ലോയിലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഓരോ ഫോണിൻ്റെ പെട്ടെന്ന് അതിൻ്റെ അപ്ഡേറ്റ് ചെയ്ത പുതിയ വേർഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര എക്സ്പെൻസീവ് ആയിരുന്നു, ലിമിറ്റഡ് സർവീസസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രോത്തും സ്ലോ ആയിരുന്നു. ടു സോൾവ് ദിസ് പ്രോബ്ലം, cellular communication concept was developed in 1960s at Bell Laboratories. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അത് 1960s. ഓക്കെ, 1990s ഓൺവേർഡ്സ് എന്ത് സംഭവിച്ചു? സെല്ലുലാർ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയിൽ ഒരു കോമൺ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോണുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നൊക്കെ സ്മാർട്ട് ഫോൺസ് ആയിരിക്കും. ഇനി ചിലപ്പോൾ നിങ്ങളുടെ അമ്മൂമ്മമാരുടെയൊക്കെ അപ്പൂപ്പന്മാരുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ കീപാഡിൻ്റെ ഫോൺസൊക്കെ കണ്ടിട്ടുണ്ടാവും. പണ്ട് ഇങ്ങനെയായിരുന്നു, ഇതുപോലത്തെ ഫോണുകളായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകളിലുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമകളിലൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഇരുന്നത് വെച്ചത്. ഇതിൽ നിന്നാണ് ഇപ്പോൾ മാറി 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 നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ലെവലിലേക്ക് അതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറി വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് ജനറേഷൻ, അതായത് 1G. ഇപ്പം നമ്മൾ 5Gയിലെത്തി. അപ്പം നമുക്ക് അതിലേക്ക് വന്നത് എങ്ങനെയാണെന്നൊന്ന് അറിയണ്ടേ. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് 1980-ലാണ്, ബേസ്ഡ് ഓൺ അനലോഗ് സിസ്റ്റം. അവിടെ ആകെ നമുക്ക് വോയിസ് ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഉള്ള പോലെ മെസ്സേജും സംഭവങ്ങളൊന്നുമില്ല. ആകെ വോയിസ് ട്രാൻസ്മിഷൻ മാത്രമേ ആ ഒരു ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴേക്കും എന്താണ് 2G എന്താ ഫോളോ ചെയ്തത്? ഡിജിറ്റൽ സിസ്റ്റം ഫോർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അവിടെ നമ്മുടെ ഓഡിയോൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈലിൽ ഡേറ്റ സർവീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നമുക്ക് പിക്ചർ മെസ്സേജസ്, MMS ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2G ആയപ്പോഴേക്കും. ഓക്കെ, അതുപോലെ തന്നെ 2 പോപ്പുലർ സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ 2G സിസ്റ്റംസ് ആർ GSM ആൻഡ് CDMA. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നുമല്ല. എന്നാലും എന്താണ് GSM, അതുപോലെ എന്താണ് CDMA എന്നുള്ളത് നമുക്ക് നോക്കാം. GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ. ഓക്കെ, ഇറ്റ് ഇസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ സ്റ്റാൻഡേർഡ്. ഈ ഒരു GSM യൂസ് ചെയ്യുന്നത് നാരോ ബാൻഡ് TDMA ആണ്. TDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഇറ്റ് അലൗസ് സൈമിൾട്ടേനിയസ് കോൾസ് ഓൺ ദി സെയിം ഫ്രീക്വൻസി റേഞ്ച്. എത്രയാണ്? 900 MHz മുതൽ 1800 MHz വരെ. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സിം യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സിം, നമ്മൾ മൊബൈൽ ഫോണൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ഇടുന്ന നമ്മുടെ സിം, നമ്മുടെ നമ്പർ. ഈ ഒരു സിമ്മിൻ്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ഫുൾ ഫോംസ് ചോദിക്കും. ഇതുപോലെ കുറേ ടേംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ത്രൂ ഔട്ട് ഈ ഒരു 12 ചാപ്റ്റർ എത്തിയല്ലേ നമ്മളപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഒത്തിരി ചാപ്റ്റേഴ്സിൽ ഒത്തിരി ടേംസ് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനത്തെ ടേംസ് എല്ലാം നോട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫുൾ ഫോംസ് ഒക്കെ എഴുതി വെച്ച് പഠിക്കാം. ഓക്കെ, ദെൻ GPRS ആൻഡ് EDGE. GPRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. ഓക്കെ, ഇത് GSM-ൽ ഒരു packet oriented mobile data service ആണ്. Okay, the users of GPRS benefited from shorter access time and higher data rates. So GPRS allows billing based on volume of data transferred. Although GPRS is a data only technology. It's a data only technology. അതുപോലെ നമ്മുടെ GSM voice quality ഇവിടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് GPRS. ഇനി EDGE പറയുകയാണെങ്കിൽ എൻഹാൻസ്ഡ് ഡേറ്റ റേറ്റ്സ് ഫോർ GSM എവല്യൂഷൻ. അതായത് ഇറ്റ് ഈസ് എ ഡിജിറ്റൽ മൊബൈൽ ഫോൺ ടെക്നോളജി ദാറ്റ് അലൗസ് ഇംപ്രൂവ്ഡ് ഡേറ്റ ട്രാൻസ്മിഷൻ റേറ്റ്സ് ഫോർ GSM. അതായത് GSM-ന് ഒരു ഇംപ്രൂവ്ഡ് ഡേറ്റ ട്രാൻസ്മിഷൻ റേറ്റ് കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ മൊബൈൽ ഫോൺ ടെക്നോളജിയാണ് നമ്മൾ EDGE എന്ന് പറയുന്നത്. So it provides nearly 3 times faster speed than GPRS system. നമ്മൾ നേരത്തെ പറഞ്ഞ GPRS സിസ്റ്റത്തിനെ കാണുമ്പോൾ ഒരു 3 times faster speed എന്ത് കൊടുക്കുന്നുണ്ട്? ഈ ഒരു EDGE പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതായിരുന്നു CDMA. CDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. Okay, here several transmitters can send information simultaneously over a single communication channel. Okay, then it provides wider coverage than GSM and provides better reception even in low signal strength and conditions. ജസ്റ്റ് നോക്കി പോയാൽ മതി, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്താണെന്നുള്ളത് വായിച്ച് വിട്ടാൽ മതി. ഓക്കെ, ദെൻ CDMA എന്ന് പറയുന്നതിന് വോയിസ് ക്വാളിറ്റി നമ്മുടെ GSM-നേക്കാൾ കൂടുതൽ വോയിസ് ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വൈഡർ ബാൻഡ് വിഡ്ത്ത്. ഇറ്റ് ഹാസ് എ സിഗ്നൽ വിത്ത് വൈഡർ ബാൻഡ് വിഡ്ത്ത് and increased resistance to interference and provide better security for the mobile network. ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് നോക്കി വെച്ചാൽ മതി. നമുക്കതൊന്നും അത്ര വലിയ അങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. സോ സിം ചോദിക്കാറുണ്ട്, സിം എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ദെൻ ജനറേഷൻസ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ആദ്യം പഠിച്ച ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. എന്നാലും ഇതൊന്നും അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അടുത്തത് തേർഡ് ജനറേഷൻ. ഇപ്പോൾ 1G, 2G, നെക്സ്റ്റ് 3G. അപ്പോൾ 3G വരുമ്പോഴേക്കും നമ്മുടെ ഹാൻഡ് ഹെൽഡ് ഡിവൈസസിലേക്ക് ഒരു ഹൈ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വയർലെസ് നെറ്റ്വർക്ക് ടെക്നോളജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വോയിസ് ആൻഡ് ഡേറ്റ കമ്പൈൻ ചെയ്ത് മൾട്ടിമീഡിയ സർവീസസും ഇവർ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു 3G ആയിരുന്ന സമയത്തും. 4G വരുമ്പോൾ ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയും, ലോങ് ടേം എവല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഓഫേഴ്സ് അൾട്രാ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഹൈ ക്വാളിറ്റി സ്ട്രീമിംഗ് വീഡിയോസ്. അപ്പോൾ അതൊക്കെ വരുന്നത് ഈ ഒരു 4G ആ ഒരു ഫോർത്ത് ജനറേഷൻ വരുമ്പോഴാണ് നമുക്ക് ഇമേജസിനും വീഡിയോസിനും ഒക്കെ നമ്മുടെ ടി വിനേക്കാളും നല്ല ക്വാളിറ്റി ഒരു 4G നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് മൊത്തം എല്ലാ ജനറേഷൻസിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഫസ്റ്റ് ടു ഫിഫ്ത്ത് ജനറേഷൻസിൻ്റെ ഒരു ഫിഗർ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ആ ഒരു ജനറേഷൻസ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അടുത്തതാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. അപ്പം നമ്മൾ എന്താണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ സർവീസസ് നോക്കാം. നമുക്ക് ഫസ്റ്റ് വൺ വരുന്നതാണ് SMS. SMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഷോർട്ട് മെസ്സേജ് സർവീസ്. അപ്പോൾ ഈ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺസ് വഴി ഷോർട്ട് മെസ്സേജസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 160 ക്യാരക്ടേഴ്സ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് നമ്മുടെ SMS-ൽ എത്തും. അതായത് ഷോർട്ട് മെസ്സേജ് സർവീസ് സെൻറ്ററിലായിരിക്കും ഈ ഒരു മെസ്സേജ് ആദ്യം ചെന്ന് എത്തുക, നമ്മൾ അയക്കുന്ന മെസ്സേജ്. അവിടെ നിന്ന് അവർ എന്ത് ചെയ്യും, ഒരു സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ഒരു SMS അതായത് ഷോർട്ട് മെസ്സേജ് സർവീസ് സെൻറ്റർ നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അവരിലേക്ക് ഇത് അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. SMS-ൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, നമ്മളൊരു മെസ്സേജ് അയക്കും. അപ്പോൾ ഈ ഒരു മെസ്സേജ് എവിടെ ചെല്ലും, SMS-ൽ ചെല്ലും. എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇത് റിസീവറിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു SMS മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഇതാണ് SS7, സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7. ഓക്കെ, ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് വരുന്നതാണ് മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ്, അതായത് MMS. ഇത് നമ്മുടെ SMS-ന്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് അവിടെ ഷോർട്ട് മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്തൊക്കെയുണ്ട്, നമുക്ക് പേര് പോലെ തന്നെ മൾട്ടിമീഡിയ സച്ച് ആസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, മ്യൂസിക്, വീഡിയോ ക്ലിപ്സ് ആൻഡ് മോർ യൂസിങ് മൊബൈൽ ഫോൺസ്. ഓക്കെ, അപ്പോൾ താഴെ കണ്ടോ, നമുക്ക് SMS ആണെങ്കിൽ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ, എന്നാൽ MMS വരുമ്പോഴേക്കും നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് അയക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉള്ളത് രണ്ടും തമ്മിൽ. ഓക്കെ, അടുത്തതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതായത് GPS എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം നമ്മൾ വാട്സപ്പിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ നമ്മൾ GPS യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. GPS എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ആണ്. അതായത് നമ്മുടെ എർത്തിൽ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഒക്കെ കൺസിഡർ ചെയ്ത് നമ്മുടെ എർത്തിൽ ഏതൊരു പൊസിഷനും ഏതൊരു ജോഗ്രഫിക്കൽ പൊസിഷനും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ് GPS എന്ന് പറയുന്നത്. ഓക്കെ, സോ GPS is designed and operated by the US Department of Defense. ഇപ്പോൾ US Department of Defense ആണ് ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സാറ്റലൈറ്റ്സ്, കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് സ്റ്റേഷൻസ് ആൻഡ് റിസീവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ടത്, നമ്മൾ GPS യൂസ് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷനൊക്കെ സെൻഡ് ചെയ്യും. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സാക്ട് ലൊക്കേഷൻ കിട്ടുന്നതെന്ന് അറിയണ്ടേ. അതായത് GPS is a group of satellites that are continuously orbiting the earth. അതായത് നമ്മുടെ എർത്തിനെ ചുറ്റി കറങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ GPS എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ്സ് എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഈ ഒരു സിഗ്നൽസിൽ അതിൻ്റെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷനും ടൈമും പോലുള്ള മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഈ ഒരു സിഗ്നൽസിലുണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മുടെ കൺട്രോൾ സ്റ്റേഷൻസിൽ ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്ത് കറക്റ്റ് ഒരു ലൊക്കേഷനായിട്ട് നമ്മളുടെ റിസീവറിലേക്ക് എത്തിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. Okay, so GPS receiver take information transmitted from the satellite to calculate a user's exact location on the earth. അതാണ് നമ്മുടെ GPS എന്ന് പറയുന്നത്. അപ്പോൾ SMS പറഞ്ഞു, MMS പറഞ്ഞു, GPS പറഞ്ഞു. ദെൻ അടുത്തത് വരുന്നതാണ് സ്മാർട്ട് കാർഡ്സ്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് കാർഡ്സ് ഉണ്ടാവും. അത് പല ഫോമിലായിരിക്കും, പല രീതിയിലുള്ളതുണ്ടാവും. അതായത് ഒരു കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ടാവും. ഈ ഒരു സ്മാർട്ട് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചിപ്പ് ഉണ്ടാവും. ആ ഒരു ചിപ്പിലായിരിക്കും നമ്മളുടെ ഇൻഫോർമേഷൻസ് എല്ലാം ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇറ്റ് stores a computer chip or memory that stores and transacts data. A smart card reader used to store and transmit data. The advantages are it is secure ആണ്, intelligent ആണ്, convenient ആണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സിം എന്ന് നമ്മൾ പറഞ്ഞല്ലേ, സിം അതായത് നമ്മുടെ GSM ഫോൺ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സിം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് കാർഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ
മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് എന്ന് പറയുന്നത് ഈ ഒരു 4 അതൊന്നും അറിഞ്ഞിരിക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് എന്താണ്? മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അറിയാമല്ലേ, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ്, ചിലർ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ iOS ഐഫോൺ യൂസ് ചെയ്യുന്നവരുണ്ടാവും അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമല്ലേ. സോ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ മൊബൈൽ ഡിവൈസസ് സിമിലർ ടു ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പ്. അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലൊക്കെ ഉള്ള പോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്? മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. A mobile OS manages hardware, multimedia functions, internet connectivity, etc. in mobile device. അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് അതർ പ്രോഗ്രാംസ് ആർ കോൾഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ റണ്ണിങ്. അതായത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഗൂഗിളിൻ്റെ ആണെങ്കിൽ എന്താണ്? ആൻഡ്രോയിഡ് പറയും. ആപ്പിളിൻ്റെ ആണെങ്കിൽ iOS പറയും. ബ്ലാക്ക്ബെറി ആണെങ്കിൽ എന്താ? ബ്ലാക്ക്ബെറി OS ഉണ്ട്. അതുപോലെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഫോൺ, അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. അതായത് നമ്മുടെ ടച്ച് സ്ക്രീൻ ഡിവൈസസ് ആയ നമ്മുടെ സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലിനക്സ് ബേസ്ഡ് OS ആണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ആൻഡി റൂബിൻ. ആൻഡി റൂബിനും ഫ്രണ്ട്സും കൂടെ 2003 കാലിഫോർണിയയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് 2005 എന്ത് ചെയ്തു? അത് ഗൂഗിൾ എടുത്തു. അതിനുശേഷം അവർ a team led by Rubin developed a mobile device platform powered by Linux kernel. Then the interface of Android OS is based on touch inputs. Okay, അതായത് നമ്മുടെ ഈ ഒരു ആൻഡ്രോയിഡ് OS മെയിനായിട്ടും ബേസ് ചെയ്തിരിക്കുന്ന കുറച്ച് ടച്ച് ഇൻപുട്സ് ഉണ്ട്. അതായത് നമ്മൾ സ്വൈപ്പ് ചെയ്യാറുണ്ട്, ടാപ്പിംഗ്, പിഞ്ചിങ് ഇൻ ഔട്ട്, ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, സോ in 2007 onwards, this OS is used in many mobile phones and tablets. ഇപ്പം മെജോറിറ്റി ആൻഡ്രോയിഡും iOS ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം ഇത്തിരി കൂടുതൽ ചിലപ്പോൾ iOS ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് എന്നൊക്കെ പറയുന്നത് 2007 മുതൽ ഒത്തിരി മൊബൈൽ ഫോൺസിലും ടാബ്ലറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ട് വന്നു. അവരത് യൂസ് ചെയ്യാൻ തുടങ്ങി. Then Android SDK is available to create applications like Google Maps, FB, WhatsApp. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് എന്തിൽ ഡെവലപ്പ് ചെയ്യാം? ഈ ഒരു ആൻഡ്രോയിഡ് SDK യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ഡൗൺലോഡ് ഫ്രം ഇറ്റ് ഈസ് ഓപ്പൺ സോഴ്സ് നേച്ചർ ആൻഡ് മെനി ആപ്സ് ആർ അവൈലബിൾ ഫോർ ഫ്രീ ഡൗൺലോഡ് ഫ്രം ദി ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ ആൻഡ് ഹെൻസ് ഇൻക്രീസ് ദി പോപ്പുലാരിറ്റി. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചർ. ജസ്റ്റ് ആൻഡ്രോയിഡ് മാത്രം എന്താണെന്നുള്ളത് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം. ആൻഡ്രോയിഡ് ഉണ്ട്, iOS ഉണ്ട്, ബ്ലാക്ക്ബെറി, മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അതെന്താണെന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആൻഡ്രോയിഡിൽ തന്നെയുള്ള കുറച്ച് ഡിഫറെൻറ്റ് ആൻഡ്രോയിഡ് വേർഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഈ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ക്രേസി ആയിരിക്കും. നോക്കിക്കേ, കോഡ് നെയിംസ് എന്താണെന്ന് നോക്കി. വേർഷൻ 4.4 എന്ന് പറയുന്നത് കിറ്റ്കാറ്റ് എന്നാണ് പേര്. നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലേ കിറ്റ്കാറ്റ്, അതുപോലെ ജെല്ലി ബീൻ. ദെൻ 4.0.3 എന്ന് പറയുന്നത് ഐസ്ക്രീം സാൻഡ്വിച്ച്. ദെൻ ഹണി കോംബ്, ജിഞ്ചർ ബ്രെഡ്, എക്ലെയർ, ഡോണട്ട്, കപ്പ് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ കോഡ് നെയിംസ് കൊടുക്കുന്നത്, വേർഷൻസിന് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് ആൻഡ്രോയിഡിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്, ഇതിപ്പോൾ ആകെ കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് ഒത്തിരി വേർഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആണല്ലോ. അങ്ങനെ നമ്മുടെ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും തീർന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അർപ്പാനെറ്റ് മീൻസ് ഡാഷ്. അതായത് അർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോം ആണ്. അർപ്പാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. ഈ ഒരു NET എന്ന് പറഞ്ഞ ലാസ്റ്റത്തെ നെറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്കാണ്. ക്ലിയർ ആണല്ലോ. ഇനി ദ ആക്ട് ഓഫ് ബ്രേക്കിംഗ് ഇൻ ടു സെക്യൂർ നെറ്റ്വർക്ക്സ് ടു ഡിസ്ട്രോയ് ഡേറ്റ ഈസ് കോൾഡ് ഡാഷ്. ഇതിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈച്ച് ഡോക്യുമെൻറ്റ് ഓൺ വെബ് ഈസ് റെഫേർഡ് യൂസിങ് ഡാഷ്. നമ്മൾ വെബിൽ ഓരോ ഡോക്യുമെൻ്റ് എങ്ങനെ റെഫർ ചെയ്യുന്നത്? URL വെച്ചിട്ടാണ് റെഫർ ചെയ്യുന്നത് അല്ലേ. അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, ദ പ്രോട്ടോകോൾ ഫോർ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡാഷ്. ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതായിരുന്നു? TCP/IP. ഓക്കെ, അത് മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ സിം ഈസ് ഡാഷ്. സിമ്മിൻ്റെ ഫുൾ ഫോം ആണ്. സിമ്മിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. Then the protocol used to send SMS message. Okay, അപ്പോൾ SMS മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതായിരുന്നു?
SS7. ഓക്കെ, അതായത് സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7. ഇനി which technology is used for locating positions according to satellite based navigation system? ഏതായിരുന്നു? GPS. നമ്മൾ ലാസ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ പഠിച്ചത് ആ ഒരു ടോപ്പിക്സ് ആയിരുന്നു അല്ലേ? GPS, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസിൽ വരുന്നതാണ്. ഇനി നെയിം ദ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ ഇമെയിൽ ട്രാൻസ്മിഷൻ അക്രോസ് ഇന്റർനെറ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ആദ്യം നമ്മൾ ഫസ്റ്റ് ഏതായിരുന്നു? ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ പറഞ്ഞു. ദെൻ SMS, നമ്മുടെ SMS മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ പറഞ്ഞു. അടുത്തത് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇമെയിൽ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണെന്നാണ്. അതാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ക്ലിയർ അല്ലേ? 9th question, what is browser? ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ അല്ലേ? അതായത് നമ്മുടെ യൂസറിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ വർക്കിംഗ് ഓഫ് ഇന്റർനെറ്റിനും ഇടയിൽ നിൽക്കുന്ന ഒരു പീസ് ഓഫ് നെറ്റ്വർക്കാണ് ബ്രൗസർ എന്ന് പറയുന്നത്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യും, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഇതൊക്കെ ബ്രൗസറാണ്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷൻ ചെയ്താൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാം. Then compare intranet and extranet. ഓക്കെ, ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും നമ്മൾ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് എന്താ? അതായത് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ കമ്പനി റിസോഴ്സസ് ഈ ഒരു ബിസിനസ് പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ വെൻഡേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്ട്രാനെറ്റ്, ആ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എക്സ്ട്രാനെറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ഫിഷിംഗ്? ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അറ്റാക്ക്, നെറ്റ്വർക്ക് അറ്റാക്ക് ആണല്ലേ. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ എടുക്കുന്നതിനാണ് ഈ ഒരു ഫിഷിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഉള്ള വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? സ്പൂഫിംഗ് എന്ന് പറയും. ഓക്കെ, then list bad effects if any in using social media. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബാഡ് എഫക്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒത്തിരി ബാഡ് എഫക്ട്സ് ഉണ്ട് അല്ലേ? നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പറയാം? ഇൻട്രൂഷൻ ടു പ്രൈവസി, ദെൻ അഡിക്ഷൻ, ഓക്കെ, അതുപോലെ തന്നെ റൂമേഴ്സ്, സ്പ്രെഡിങ് റൂമേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബാഡ് എഫക്ട്സ് ആയിട്ട് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സെക്ഷൻസ് ആൻഡ് വർക്കിംഗ് ഓഫ് ഇമെയിൽ. ഒരു ഇമെയിലിൻ്റെ സെക്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ വർക്കിംഗ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് സെക്ഷൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് തന്നെ 2 ഉണ്ട് അല്ലേ? അതായത് നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അവരുടെ അഡ്രസ്സ്. അത് കഴിഞ്ഞ് നമ്മൾ CC ഒന്നും നമ്മൾ എഴുതാറില്ല. CC എന്ന് പറയുന്നത് കാർബൺ കോപ്പി, അതായത് സെക്കൻഡറി, നമുക്ക് രണ്ടാമത് ആരിലേക്ക് എത്തിക്കേണ്ടത് അവരുടെ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുക. ദെൻ BCC എന്ന് പറയുമ്പോഴേക്കും കാർബൺ കോപ്പി, ബ്ലൈൻഡ് കാർബൺ കോപ്പി, അതായത് നമുക്ക് മൂന്നാമത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു റെസിപ്പിൻ്റെ അഡ്രസ്സിലുള്ളവർക്ക് ഇതിന് മുന്നേ, അതായത് നമ്മൾ ഫസ്റ്റും സെക്കൻഡും ആർക്കാണ് കൊടുത്തതെന്നുള്ളത് അവർക്ക് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുക. അതായത് നമ്മുടെ എന്താണോ നമ്മൾ അയക്കാൻ പോകുന്ന മെസ്സേജ്, അതിന് ചെറിയൊരു 1 ലൈനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സബ്ജക്റ്റ് കൊടുക്കും, മീനിങ് ഫുൾ ടോപ്പിക് നമ്മളവിടെ കൊടുക്കും. അതിനുശേഷം നമ്മൾ താഴെ നമ്മുടെ കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്യും, എന്താണോ നമ്മുടെ മെസ്സേജ് അത് ടൈപ്പ് ചെയ്യും. ദെൻ അതിൻ്റെ താഴെ നമുക്ക് എന്തുണ്ട്? അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് നമുക്ക് ഡോക്യുമെൻറ്റ്സോ ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതുപോലെ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, ഫോർവേഡ് മെസ്സേജ്, നമുക്കൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫോർവേഡ് ചെയ്യാൻ, അതിന് റിപ്ലൈ ചെയ്യാൻ, അങ്ങനെയൊക്കെ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഇമെയിലിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചപ്പോൾ ഒരു ഫിഗറൊക്കെ വെച്ച് എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് ആ ഒരു പ്രോട്ടോക്കോളൊക്കെ യൂസ് ചെയ്തും എന്തൊക്കെയാണെന്നുള്ളത് മിസ് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് അത് എഴുതാം. അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, സെക്ഷൻ നമുക്കതിൻ്റെ വർക്കിംഗ് ചോദിക്കുന്ന കുറവാണ്, എന്തായാലും സെക്ഷൻസ് ചോദിക്കാറുണ്ട്. എന്താണെന്നുള്ളത് അത് പഠിച്ചു വെക്കുക, ഓരോന്നെടുത്ത് പഠിക്കാം. ദെൻ വാട്ട് ഈസ് GPS? GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം അല്ലേ? അതായത് നമ്മുടെ എർത്തിൽ ഏതൊരു ജോഗ്രഫിക്കൽ പൊസിഷൻ്റെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് GPS എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറയുക, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അതൊക്കെ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതല്ലേ. അപ്പോൾ അതൊക്കെ നോക്കുക, എന്നിട്ട് എത്ര മാർക്കിൻ്റെ ആണോ ക്വസ്റ്റ്യൻ അതനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യാം. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ SMS. SMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഷോർട്ട് മെസ്സേജ് സർവീസ് അല്ലേ? അതായത് നമ്മൾ മൊബൈൽ ഫോൺസ് വഴി നമുക്ക് ഷോർട്ട് ടെക്സ്റ്റ് മെസ്സേജസ് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു അപ് ടു 160 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് അവിടെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു SMS സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഏതാണ്? നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, SS7 എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിന് ആൻസർ ചെയ്യുക. ഒരു ഷോർട്ട് നോട്ടായി ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ചെറുതൊരു 3-4 സെൻറ്റൻസിൽ എഴുതാം. ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മുടെ
ഫുൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണല്ലേ. നമ്മുടെ 12th ചാപ്റ്ററും ഇവിടെ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 2 ടെക്സ്റ്റും തീർത്തു അല്ലേ. അപ്പം നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്റർ ഫുള്ള് തിയറിയാണെന്ന് മിസ് പറഞ്ഞു. അപ്പോൾ പഠിപ്പിച്ചെന്നൊക്കെ എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടേ, ഇത് പഠിക്കുക. ഇതിൻ്റെ നോട്ട്സ് നമുക്ക് ഇത് നോക്കുക. അല്ല നമുക്ക് റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഗൈഡ് റെഫർ ചെയ്യുക. അതിനകത്ത് നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആകാം, ചിലപ്പോൾ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളത് അറിയണ്ടേ, അതിനെന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. നമ്മുടെ ഗൈഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടെയൊക്കെ വെച്ച് പഠിക്കാം. പിന്നെ നമ്മളൊരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫുൾ നമ്മുടെ +1 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.